ഹലോ ഗൈസ്, ഇന്നലെ നല്ല നേരം വൈകിട്ടാണ് ഞാൻ ഉറങ്ങി. അതുകൊണ്ട് ഇന്ന് നീക്കാൻ നല്ല നേരം വൈകി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ചരൊക്കെ ആയിരുന്നു ഇന്ന് നീക്കുമ്പോൾ തന്നെ. ബാംഗ്ലൂരിലുള്ള പോലെ പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെ ഒന്നും അങ്ങനെ തിന്നില്ല. ഫസ്റ്റ് ഞാൻ വന്ന ടൈമിലൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന്. മനസ്സിങ്ങനെ പറയും, രാവിലെ ഒന്നും പുട്ടും കടലയും തിന്നണ ഇജ്ജി പട്ടിണി എടുക്കാന്നൊക്കെ വിചാരിച്ചു ഞാൻ ആദ്യട്ടാ. പിന്നെ ഇങ്ങനെ ശീലമായി. ഏകദേശം റൂമൊക്കെ നല്ല ഇട്ടുള്ളതുകൊണ്ട് ഏകദേശം നീച്ച് വരണമെങ്കിൽ തന്നെ കുറെ നേരമാവും. ഇപ്പൊ ഞാൻ നടക്കണ എന്താ വെച്ചാല് ഉച്ചക്ക് ഇപ്പൊ എന്താ തിന്നാന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുക. കാരണം നമ്മളെ പെരയിലൊക്കെ ആണെങ്കിൽ ഇമ്മ അങ്ങനെ വിളമ്പിച്ചുണ്ടാവും, ചോറും നല്ല മത്തിക്കറിയോ മീൻ പൊരിച്ചോ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഞാൻ ബാംഗ്ലൂർക്ക് വരാനുള്ള മെയിൻ കാരണം തന്നെ അതാണ്. ഞാൻ പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ വീഡിയോ ഉണ്ട്, നമ്മളെപ്പോഴും നമ്മളെ പെരയിൽ നിന്ന് വിട്ടിക്കണം, അമ്മന്റെ നല്ല ഫുഡ് എന്നൊക്കെ വിട്ടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ഇൻസ്പയർ ആയിട്ടാണ് ഫുഡ് എന്നൊക്കെ വിട്ടിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് എന്റെ മൈൻഡിക്ക് വേറൊരു സംഭവം വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നല്ലൊരു ബീഫ് ബിരിയാണി നിന്നി ഒരു ചെറിയൊരു അമ്മച്ചിന്റെ തട്ടുകടയിൽ നിന്ന്. അവിടെ പോയാലോ വിചാരിച്ചു. ബാംഗ്ലൂർക്ക് എന്റെ വണ്ടി ഉണ്ടെന്നുകൊണ്ട് നല്ല സുഖാട്ടാ. എങ്ങോട്ട് പോകണമെങ്കിലും വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ പോവാം. മറ്റേ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ആകെ നടന്ന് അങ്ങോട്ട് നടന്ന് ഇവിടെയൊക്കെ ഫുള്ള് പൊടിയും ചളിയൊക്കെ ആയിട്ട്. എന്റെ വണ്ടി ഉണ്ടെങ്കിൽ സംഭവം ഞാൻ തേച്ചേക്കലൊന്നുമില്ല. കാരണം ഇവിടെ തേച്ചേക്കിട്ട് കാര്യമില്ലേ, ഫുൾ ടൈം പൊടി. എത്ര മഴ ചെയ്താലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോത്തിന് പൊടി വരും. അവിടുന്ന് എത്രമാതിരി പൊടിയൊക്കെ വരുന്ന ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടാത്തൊരു സംഭവമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്മച്ചിന്റെ തട്ടുകട. സംഭവം ഒരു ചെറിയ തട്ടുകടയാണ്. അതിന്റെ ഉള്ളിൽ ഓവർ സ്പേസ് ഒന്നും ഇല്ല. ഞാൻ അവിടെ സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി ഉള്ളിൽ കയറാൻ നിൽക്കുകയാണ്. ഉള്ളിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ തിന്ന് പോയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഓല് ഇങ്ങനെ അവിടെ ചൊല്ലിയിരിക്കേനി. ഇവിടെ മെയിൻ എന്താ വെച്ചാൽ ബീഫ് ബിരിയാണി, ബീഫ് കബാബ്, ബീഫ് ഫ്രൈ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളാട്ടാ. വെള്ളിയാഴ്ച ഒക്കെ ഇവിടെ കാണണം മോനെ. ആൾക്കാർ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് എല്ലാവരും വിചാരിക്കും ഇതെന്തോ ഇവിടെയാണ് പള്ളി നടത്തലെന്ന്. കാരണം ജുമ കഴിയണീന്റെ മുമ്പേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ജുമ കഴിഞ്ഞാൽ അതിലേറെ ആൾക്കാരുണ്ടാവും. അവിടെ ഉണ്ട് ഒരു ചെറിയ അമ്മൂമ്മ ഇരിക്കുന്ന ഒരു വയലറ്റ് സാരിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു ചെറിയ പരലിന്റെ അത്ര ഉള്ളൂ കേട്ടോ. പക്ഷെ അത് ഫുഡൊക്കെ സപ്ലൈ ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആള് വരിക. ഷോപ്പിന്റെ ഉള്ളിൽ വലിയ വലിപ്പമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ആൾക്കാർ ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല, എന്താ അറിയില്ല, എന്നും ഇവിടെ ഭയങ്കര തിരക്കുണ്ടായാലും. ഉള്ളിലൊക്കെ വലിയ വൃത്തി എന്ന് പറയാൻ മാത്രം ഇത് വലിയ നല്ല കിണ്ണ ഹോട്ടലൊന്നും അല്ലല്ലോ. ഒരു ചെറിയൊരു പെര, ഒരു കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലം. ഇന്റെ കൈമേലുള്ള ഈ സ്റ്റിക്ക് കണ്ടപ്പോഴാണ് ആ അമ്മച്ചിയും അമ്മൂമ്മ ഇന്നെ ഇങ്ങനെ നോക്കണത് കേട്ടാ. ആദ്യം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സ്റ്റിക്കിലായിരുന്നു കേട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു ഈ സ്റ്റിക്കിന് എത്ര ആവുന്നു. അപ്പൊ ഞാനൊരു 250 റുപ്യ ആവുള്ളൂ. അപ്പൊ എന്നോട് അറിഞ്ഞിരുന്നു അത് ഞങ്ങൾക്ക് തന്നേക്ക്. കാരണം രാത്രിയൊക്കെ ഫോണിൽ ഓരോന്ന് കാണുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ചാണ്ട് ഇങ്ങനെ കാണാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ മക്കളോട് ആരോടെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഏതായാലും ഇതിപ്പോൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓലെ വർത്താനം മുഴുവൻ എൻ്റെ ഈ സ്റ്റിക്കിനെ കുറിച്ച്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഇജി യൂട്യൂബർ ആണല്ലേ കള്ളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബർ ഒന്നല്ല, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഓരോന്ന് ഇടലാണ്. അപ്പൊ എന്നിട്ട് ഓല് അയിമക്ക് തന്നെ നോക്കി നിൽക്കുക. എന്താ കാട്ടണ് ഇപ്പം, എന്താ കാട്ടണ് അങ്ങനെ. അറ്റിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടോ എന്നിട്ടാ. എന്റെ പറ്റിയ എന്താ വെച്ചാൽ ഇതേമാതിരി ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഓരോന്ന് വർത്താനം പറയട്ടെ, വളാച്ചിട്ട് ഇങ്ങനെ പറയും. അങ്ങനെ വർത്താനം പറയണതിന്റെ അടുക്കാണ് എന്റെ തരിപ്പ് പോണത്. അപ്പൊ ആ അമ്മ പാഞ്ഞ് വന്നാണ്ട് തൊള്ളയിൽ തന്നെ വെള്ളം ഒഴിച്ച് വന്നാണ്ട് തല ഒന്നും ഇങ്ങനെ 2 അടിയൊക്കെ അടിച്ചാണ്ട് പോണ്. മറ്റോല് പറയുന്നുണ്ട് എന്നാ അവനെ കൊണ്ട് ഇനി വർത്താനം പറയിപ്പിക്കണ്ട, അപ്പൊ ഇങ്ങനെ വള പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും, മുണ്ടാന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഓലെ വിചാരം നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നമ്മളിപ്പോ ഒരു മാസമായില്ല ബാംഗ്ലൂർ, കന്നഡൊക്കെ കുറച്ചൊക്കെ കൊത്താൻ തുടങ്ങി എനിക്ക്. ഞാൻ അത്രയും നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോഴാണ് എൻ്റെ മൈൻഡിക്ക് വേറൊരു സാധനം വന്നത്. ഈ അമ്മൂമ്മനെ കണ്ടിട്ട് ഗാന്ധിജിന്റെ ഇവിടെ ഒരു മോച്ചായില്ലേ. എനിക്ക് തോന്നണത് ഗാന്ധിജിന്റെ വാപ്പ ഈ ബാംഗ്ലൂർ ഭാഗത്തേക്ക് എങ്ങോട്ടോ വന്നിനി. അല്ലാതെ ഇങ്ങനത്തെ മോച്ചായുള്ള ആളുണ്ടാകാൻ സാധ്യതയില്ല. അല്ലേ ഇപ്പൊ നമ്മളെന്തിനാക്കെ നോക്കണത്. ഗാന്ധിജിന്റെ വാപ്പ ഇനി വരെ എന്തേ ആയിക്കോട്ടെ, വെറുതെ തല പുണ്ണാക്കാനായിട്ട് ഓരോരുത്തർ മുമ്പൊക്കെ വന്നോളൂ. എന്നും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നത്തെ ബിരിയാണിക്ക് എന്താ അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ്, കിണ്ണ സാധനം. ബീഫൊക്കെ ഇങ്ങനെ നല്ല നെക്കിൻ്റെ ഇങ്ങനെ പഞ്ഞി പോലെ അപ്പൂപ്പന്താടി പോലത്തെ സാധനം. ഏതാ ടേസ്റ്റ്. ഞാൻ ബാംഗ്ലൂരിലുള്ള ടൈമിൽ ഓരോ ദിവസം ഫുഡിന്റെ ചിലവ് എത്ര വെച്ചാൽ 200 റുപ്യാണ് ഞാൻ ചിലവാക്കല്. രാവിലെ എന്തെങ്കിലും ഒരു ചായ ഒക്കെ കുടിക്കും, ചിലപ്പോൾ 250 ഒക്കെ ആവട്ടെ. രാവിലെ ഒരു ചായ ഒക്കെ കുടിക്കും. ഉച്ചക്ക് ഇതേമാതിരി 100 റുപ്യൻ്റെ ഈ ബിരിയാണി, ഇതിന് 90 റുപ്യ ആയതുകൊണ്ട്. പിന്നെ രാത്രി അതേമാതിരി 100 റുപ്യൻ്റെ എന്തെങ്കിലും റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നാണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോലെ. ചില ദിവസം ഞാൻ കേരള ഹോട്ടലിൽ തന്നെ ആവും പോവുക. ഉച്ചക്ക് നല്ല ഊണും നല്ല മീനും ഒക്കെ തിന്നും. രാത്രി അതേമാതിരി തന്നെ ഊണും മീനും കിട്ടുകയാണെങ്കിൽ തിന്നും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉഷ്കേ കബാബോ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ കുറേ ട്രോളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബാംഗ്ലൂരിലത്തെ ആൾക്കാർ ഉഷ്കയും കബാബും തിന്നാന്ന് പറഞ്ഞാണ്ട്. അത് സത്യമായിട്ട് അത് ഞാൻ വേറൊരു വ്ളോഗിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. കാരണം ബാംഗ്ലൂരിൻ്റെ ഏത് മുക്കും മൂലയിലും പോയാലും കാണുന്ന സാധനമാണ് ഈ ഉഷ്കയും കബാബും എന്നുള്ളത്. അത് ഇല്ലാതെ ബാംഗ്ലൂർ ഇല്ലാന്ന് തന്നെയാണ്, അങ്ങനെ തന്നെ പറയാം. ഞാൻ തിന്ന് ചെയ്യാനായപ്പോഴേ ഇനിയിപ്പോൾ തരിപ്പ് പോകില്ല എന്നുള്ള ഉറപ്പിൽ അത് വിളിച്ചെടുത്ത എല്ലാവരും വരി മക്കളെ ഇപ്പം എന്താ വീഡിയോ എടുക്കണേ, നമുക്ക് വീഡിയോയിലൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാണ്ട്. അതിന്റെ ചിറിയൊക്കെ നല്ല രസമല്ലേ കാണാന്. പല്ലില്ലാത്ത അമ്മൂമ്മ ചിരിക്കിനുണ്ടാ തന്നെ വേറൊരു വൈബാ. ഫസ്റ്റ് ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അമ്മേൻ്റെ അമ്മനെ കേട്ടോ. എൻ്റെ അമ്മേൻ്റെ അമ്മ 2-3
3 പല്ലുണ്ടേന് ആ അക്കാണ്ട് ഒഴിവാക്കിയാണ്ട് പുതിയ പല്ല് വെച്ചിട്ടാ. പുതിയ പല്ല് വെച്ചപ്പോ ഊരുമ തട്ടുണ്ട് പറഞ്ഞാണ്ട് ഇപ്പൊ ഒരു പല്ലും ഇല്ലാതെ അതേമാതിരി ഇങ്ങനെ വിളിച്ചാണ്ട് നടക്കലാണ് പണി. ഈ ഗാന്ധിജിന്റെ പെങ്ങൾക്ക് എത്ര പല്ലില്ലെങ്കിൽ ഭയങ്കര സ്നേഹാട്ടാ. രാവിലെ എന്താ തിന്നീനി, ഉച്ചക്ക് എന്നും ഫുഡ് കഴിക്കണം കേട്ടോ, നേരത്തിനൊക്കെ തിന്നോണ്ടി, അസുഖമൊന്നും ഉണ്ടാക്കണ്ട. നമ്മളെ അമ്മമാരൊക്കെ കോൾ ചെയ്യുമ്പോൾ നമ്മളോട് പറയില്ലേ, അതേമാതിരത്തെ വർത്താനം കേട്ടപ്പോഴേ എനിക്ക് അപ്പം നല്ല സന്തോഷമായിട്ട്. അതിനെന്നാലും വീഡിയോയിൽ നിൽക്കണം തന്നെ അതിന്റെ പൂതി. ഞാൻ അതിന്റെ പുതിയാപ്പിളിനെ വിളിച്ചിരുന്നാണ്ട് അത് പറയുന്നുണ്ട്, നിങ്ങളും നിന്നോളി, നിങ്ങളും കാണണ്ട ലോകം മുഴുവൻ പറഞ്ഞാണ്ട്. പിന്നെ അതങ്ങനെ പല്ലില്ലാതെ ചിരിക്കുന്നു. എനിക്ക് ഈ പല്ലില്ലാതെ ചിരി കണ്ടിട്ടാണ് കറക്റ്റ് ഗാന്ധിജി തന്നെയല്ലേ. ഗാന്ധിജി അല്ലേ ഇപ്പൊ ബ്രിട്ടീഷുകാര് പിടിക്കേണ്ട വെച്ചിട്ട് പെങ്ങളെ വല്ല ബാംഗ്ലൂരിട്ട് കൊണ്ടേ ആക്കിയാണെന്നാ തോന്നണേ. അപ്പൊ എനിക്ക് അതിനോട് ചോദിക്കണം എന്നുണ്ടേനിട്ടാ, നിങ്ങൾ ഇനി ഗാന്ധിജിന്റെ പെങ്ങളറ്റാണോ. പക്ഷെ ഒരാളെ മുഖത്ത് നോക്കിയാണ് അങ്ങനെ. അതിനല്ലേ ഇപ്പൊ ഗാന്ധിജി ആരാന്ന് തന്നെ അറിയലുണ്ടാവില്ല. നമ്മൾ പിന്നെ എവിടെ പോയാലും ആ ഫുഡ് തന്ന ആൾക്കാരല്ലോ സന്തോഷിപ്പിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല കയറ്റി പറഞ്ഞു, ഏതാ ബീഫ് ബിരിയാണി മോനെ, നമ്മളെ കേരളത്തിൽ പോലും ഉമ്മാതിരി സാധനം കിട്ടൂല, പൊളി സാധനം. നിങ്ങൾ ഇതേമാതിരി നിങ്ങൾ പീടിയ പൂട്ടിയതിട്ടാ കാലാകാലം ഇത് ഇവിടെ വെക്കണം കേട്ടോ. കാരണം ഇനി ബാംഗ്ലൂർ ഞാൻ ഇനി വീഡിയോ ഇട്ടാണ്ട് എല്ലാവരോടും കേരളത്തിലുള്ള എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയാൻ പോവാണ്. നിങ്ങളെ ബിരിയാണി ഇങ്ങോട്ട് തിന്നിട്ട് ഓല് കാണട്ടെ, ലോകത്ത് ഇങ്ങനത്തെ ടേസ്റ്റ് ഉണ്ട് എന്ന് ഓല് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കത്തിച്ച് അത് നല്ല പൊലിവിൽ ഇങ്ങനെ നിൽക്കുക. ഓ ശരിയല്ലേന്ന് പറഞ്ഞാണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വല്ല പെപ്സിയോ സാധനപ്പം എന്തെങ്കിലും കുടിക്കാൻ കഴിച്ചിട്ട് ഒരു ഷോപ്പ് പോയിട്ടാ. അവിടെ ഷോപ്പിന്റെ ഓണർ ട്രൗസറും പനിയനും ഇട്ടിരിക്കുന്നു. മൂപ്പരല്ലേ ഇപ്പൊ മൂപ്പര മറ്റോടത്ത് നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടി ഇരിക്കാന്നാ തോന്നണേ. ഇനി ആ മേലാല് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ സ്റ്റിക്ക് എടുക്കൂല, ഈ ചെക്കന്മാരൊന്നായിട്ട് കൂടിയാണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാണ്ട് വൈത്തല കൂടിയാണ്ട് സെൽഫി എടുക്കാൻ പറയണേ. പിന്നെ പാവല്ലേ, നമ്മളിനിപ്പോ വലിയ ആളാകാൻ പാടില്ലല്ലോ, നമ്മൾ സെൽഫി ഒക്കെ എടുത്തെടുത്ത് പാവല്ലേ. ഇനി ഓലൊരു പൂതിയാണെങ്കിൽ അങ്ങനെയാണ് നടക്കട്ടെ വിചാരിച്ചു. നമ്മളെ നാട്ടിലൊക്കെ അബോക്കരൊക്കെ വരുന്ന ടൈം 10 മണി കേട്ടോ. 10 മണിക്കൊക്കെ മീൻ വന്നാലല്ലോ ഒരു ഉച്ചയാകുമ്പോഴത്തിന് മീൻ കറിയും മീൻ പൊരിച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ മീൻ വരുന്ന ടൈം എപ്പോഴാ വെച്ചാൽ 3 മണിയാണ്. 3 മണിക്ക് മീൻ വന്നാൽ പിന്നെ എങ്ങനെ ഉച്ചക്കത്തെ ചോറിന് മീൻ കൂട്ടുക. ചിലപ്പോൾ ഗൂഗിളിലൊറ്റ വല്ല ഫിഷ് എന്ന് അടിച്ചാണ്ട് ഫോട്ടോ കണ്ടാണ്ട് ഇങ്ങനെ തിന്നലോ. ചെറുപ്പത്തിൽ നമ്മളോട് ഉമ്മമാര് പറയല്ലേ, മീൻ അവിടെ നിന്നോട്ടെ, മീൻ മാത്രം തിന്നണവരോട് മീൻ അവിടെ ഇങ്ങനെ കണ്ടാണ്ട് തിന്നാൽ മതി. അതേമാതിരി തിന്നലാവും ചിലപ്പോൾ. മീൻകാരി വരുമ്പോൾ ഈ പൂച്ചകൾ വരുന്നവരുണ്ട്, 2 ചെറിയ കുട്ടികൾ. അതിൽ ഒരുത്തന് കാണാനായിട്ട് മറ്റോനതാ പൊന്തിച്ച് കാണിച്ചു കൊടുക്കണ് മീൻ ഏതാ അത് ഇത് എന്നൊക്കെ. നല്ല സ്നേഹമുള്ള അഞ്ജനാവുന്നുണ്ട്. മീൻ ചെക്കന് കാണിച്ചു കൊടുത്തുകൊണ്ട് ആഗ്രഹം സാധിപ്പിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് തന്നെ ഇറക്കി കൊടുത്തു. അതിന്റെ സൈഡിക്കാണ് നടന്നപ്പോണ്ട് അവിടെ കുറച്ച് ഇച്ചിമുള്ളികൾ അതാ വോളിബോൾ കളിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഓലൊക്കെ ഒരു ലൈഫില് നമ്മളിത് ഡിഗ്രി കഴിഞ്ഞ് ഇനി അടുത്ത് PG, ഇനിയിപ്പോ കല്യാണമായി പരിപാടിയായി, എന്ത് ചടപ്പ് ജീവിതമാണ്. നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കാലാകാലം ജീവിച്ചാൽ മതി. ഇന്ന് അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ അതേമാതിരി ഇങ്ങനെ കളിച്ച് നടക്കുക. പക്ഷെ ഓല ആലോചിക്കുന്നുണ്ടാവുക, ഓ ഈ ചേട്ടന്റെ മാതിരി ആയാൽ മതി, 2 ഫോൺ അതാ കൈമേൽ അതൊരു സ്റ്റിക്ക്, ഓ ഏതല്ല ലൈഫ് എന്ന്. എനിക്ക് തോന്നണം എന്താ വെച്ചാലേ, മനുഷ്യന്മാരെപ്പോഴും അക്കരെ പച്ചടാ. വലിയ വലിയ നടന്മാരൊക്കെ വിചാരിക്കും ഓ സാധാരണക്കാരെ മാതിരി ആയി ജനിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും ഓ വല്ല എങ്ങനെ ഫേമസ് ആയി കിട്ടിയാൽ മതി. ഈ വലിയ വലിയ നടന്മാര് ആരെയും കൊണ്ടൊന്ന് ബീച്ചിക്ക് പോകുമ്പോഴത്തിന് ഈ മീഡിയക്കാർ വന്നിട്ട് ഹലോ എന്താ പറയാനുള്ളത്, ബീച്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, പൂ ഇപ്പൊ കുറവുണ്ടോ കൂടുതലുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ക്രിഞ്ച്. എന്റെ മോനെ, എനിക്ക് ഇറ്റിങ്ങളെ കൂടെ വോളിബോൾ കളിക്കാൻ നല്ല മൂഡുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ കളിക്കാത്ത വെച്ചാൽ ഞാൻ ഒരു മലയാളിയല്ലേ. ഇറ്റിങ്ങൾ ഇവിടെ പരിസരത്ത് ലോക്കാവും. ഇറ്റിങ്ങൾ ബോളം കിട്ടെങ്കിലും അടിച്ചാണ്ട് അറ്റിങ്ങളല്ലേ ഇപ്പൊ പാഞ്ഞു പോകും. പിന്നെ ഞാൻ ഇവിടെ പെട്ടുകാണ്ട് ആ ജനലിന്റെ പൈസ ഒക്കെ കൊടുത്ത് അതിനുള്ള പൈസ ഇപ്പൊ ഈ അൻസിന്റെ അടുത്തില്ല. പോരാത്തിന് ഞാൻ ഈ സ്റ്റിക്ക് എടുത്തോണ്ട് അറ്റിങ്ങൾ ഇങ്ങനെ ഈ കുറുക്കൻ ആമട്ടിയമാതിരി ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ എന്താ കാട്ടണ, ഈ കുട്ടികളെ വെടിവെച്ച് കൊല്ലാൻ പോവാണ്, ഇപ്പൊ വല്ല തീവ്രവാദിറ്റാണ്. അങ്ങനെ നോക്കും, മോത്തുക്ക് ഇങ്ങനെ നോക്കിക്കുക. മനുഷ്യന് കുറെ നോക്കുമ്പോ ദേഷ്യം പിടിക്കും, ചള്ളടക്കി കൊടുക്കാനൊക്കെ തോന്നും. അങ്ങനെ ഞാൻ പോരാൻ നിൽക്കുമ്പോഴാണ് ഇത് ഒരു കുഞ്ഞാപ്പിന്റെ മുമ്പിൽ ഒന്നാണ്, ഞാൻ ഇവിടുത്തെ വലിയ സംഭവമാണ്, ഞാൻ ഇവിടെ സൂപ്പറാണെന്ന് പറഞ്ഞാണ് എന്റെ വീഡിയോ ഒക്കെ എടുക്കട മുത്തേന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ നിന്ന്. അങ്ങനെ മൂപ്പരെ വീഡിയോ എടുത്ത് ഇന്നിപ്പോ പള്ളൊക്കെ സെറ്റായ സ്ഥിതിക്ക് ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ നല്ലൊന്ന് ഉറങ്ങാന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകട്ടെ. അപ്പം ഇനി നാളെ കാണാം.